എന്താ അവിടെ ഒരു കുലുക്കം? ഓ സഹൃദയരെ, യാഷിൻ്റെ ടോക്സിക് ടീസർ പുറത്തിറങ്ങിയപ്പോൾ മുഴുവൻ കാണാതെ ആവേശത്തോടെ അത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും വീട്ടിൽ ഉച്ചത്തിൽ ടി വിയിൽ മുഴക്കെ ശബ്ദമിട്ട് കേട്ട് മാനം കെട്ടവരെയും ഫോണിൽ ഉറക്കെ വെച്ചുകൊണ്ട് ചുറ്റുമുള്ളവരുടെ മുന്നിൽ മാനം കെട്ടവരെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് 2026 ട്രോൾ ഇര നമ്പർ 2 ഓൺ സ്റ്റേജ് ഗീതു മോഹൻദാസ്. 2026 ആദ്യ മാസത്തിൽ തന്നെ എയറിൽ പോയവരിൽ ഒരാളാണ് സംവിധായിക ഗീതു മോഹൻദാസ്. എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ടോക്സിക് സിനിമയുടെ ടീസറാണ്. ഒരു സിനിമയുടെ ടീസർ, അതിൽ കുറച്ച് അശ്ലീല ദൃശ്യങ്ങൾ, അതിനെന്തേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനൊന്നുമില്ലേ, അതിന് കാര്യമുണ്ട്. നിലപാട് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനമുണ്ട്. അതില്ലെങ്കിൽ എന്തും സംഭവിക്കും. ചോദ്യം മുന്നിൽ നിൽക്കേണ്ടി വരും, ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. സെയ്റ്റ് എന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ പോകുള്ളൂ. സംഭവത്തിലേക്ക് വരാം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയതോടെ പുള്ളിക്കാരി എയറിലാണ്. മാസ് ആക്ഷനും അതുപോലെ തന്നെ ടീസറിൽ അശ്ലീലതയും കലർന്നത് വലിയ വിമർശനം, വലിയ ട്രോള്, വലിയ എന്താ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് വൈറലായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മാസ് ആക്ഷൻ നിറഞ്ഞ ടീസറിൽ അശ്ലീലതയും കൂടി കലർന്നു വന്നതോടെ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും കാരണമായി. ഗീതു മോഹൻദാസിൻ്റെ മുൻ പ്രസ്താവനകളാണ് ഇവിടെ ഗീതുവിന് കുരുക്കായി മാറിയത്. ഒരിക്കൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2017 IFFK ഓപ്പൺ ഫോറമാണ് വേദി. അവിടെ നമ്മുടെ ഗീതു ചേച്ചിയുണ്ട്, പാർവതി ചേച്ചിയുണ്ട്, റീമ ചേച്ചിയുണ്ട്. അതായത് ആ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം, നമ്മുടെ വിമൺ ഇൻ കളക്ടീവ് സിനിമ, ആ ഒരു ഗ്രൂപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ടൈം, അതായത് നമ്മുടെ സിനിമാ ലോകത്തുള്ള സ്ത്രീകൾ, ഒരു സ്ത്രീപക്ഷം, ശക്തരായ സ്ത്രീകളുണ്ട്, നിലപാടുകൾ ഉറക്കെ പറയുന്ന, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കവേ അവിടെ മമ്മൂട്ടി ചിത്രം കസവയ്ക്കെതിരായി പാർവതി തിരുവോത്ത് ഒരു നിലപാട് പറയുകയാണ്. അതായത് സിനിമകളിലെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുകയാണ് പാർവതി. ഒരു പ്രമുഖ നടൻ്റെ സിനിമയിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് വളരെ സേഫായിട്ട് ആ സിനിമ ഏതാണെന്നോ സിനിമാ നടൻ ഏതാണെന്നോ ഒന്നും പറയാതെ വളരെ വളരെ സേഫായിട്ട് പാർവതി അത് പറഞ്ഞു വയ്ക്കുമ്പോൾ അടുത്തിരുന്ന ഗീതു ചേച്ചി കുത്തിയിളക്കി വിട്ടു. സെയ്റ്റ് എന്ന് പറഞ്ഞ് ആ സിനിമ ഏത് സിനിമ നടന അത് ഏതെന്നൊക്കെ പറയിപ്പിച്ചിട്ടേ ഗീതു ചേച്ചി അന്ന് അടങ്ങിയുള്ളൂ. പാർവതി കസബ എന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഒരു വനിതാ പോലീസിനോട് കാണിക്കുന്ന അപമാനകരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആ വേദിയിൽ തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്, പ്രത്യേകിച്ച് പാർവതിയുടെ കരിയറിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാടി പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അന്ന് സിനിമകളിലെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ച, അതിനെ പിന്തുണച്ച തൻ്റെ സഹപ്രവർത്തകയെ കൊണ്ട് അത് തുറന്നു പറയൂ എന്ന് കുത്തിയിളക്കി വിട്ട ഗീതു ചേച്ചി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടോക്സിക്കിൻ്റെ ആ ഒരു ടീസറിൽ തന്നെ, പ്രൊമോ കണ്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നതാണ്. പക്ഷേ ഈ ഒരു ടീസർ വന്നതോടെ അതിലുള്ള സ്ത്രീ വിരുദ്ധത അത് എത്രത്തോളം ഉണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങൾ കണ്ടെത്തുകയും പിന്നെ ചേച്ചീനെ വെറുതെ വിടുമോ? ഇല്ല, എയറിലാക്കി വിടുകയും ചെയ്തു. അന്ന് സിനിമകളെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ച് അതിനെ പിന്തുണച്ച ഗീതു മോഹൻദാസ് ഇന്ന് ടോക്സിക്കിലെ ഇമാതിരി പണി ചെയ്തു വെച്ചാൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വാമൂടിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തായാലും ഗീതു മോഹൻദാസിൻ്റെ ഇരട്ടത്താപ്പ് വലിച്ചു കീറിക്കൊണ്ട് വിമർശന പെരുമഴയാണ് പിന്നാലെ അങ്ങോട്ട് വന്നത്. ടോക്സിക് ടീസറിൽ സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നു, കച്ചവടച്ചരക്കാക്കുന്നു എന്നതടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ. ഒരു കാലത്ത് ഒരു നിലപാട്, മറുകാലത്ത് മറ്റൊരു നിലപാട്. നിലപാടുകൾ തിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾ ശരശരയെ വന്നുകൊണ്ടേയിരുന്നു. അവസരത്തിനൊത്ത് അണിയാനുള്ളതല്ല പ്രത്യയശാസ്ത്രമെന്ന് ഓർമ്മിപ്പിച്ച് പലരും രംഗത്ത് വന്നു. താൻ പ്രസംഗിക്കുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു സംഭവം പ്രത്യയശാസ്ത്രത്തിന്റെ ചട്ടക്കൂടിൽ അവതരിപ്പിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. സെലക്റ്റീവായ ധൈര്യ പ്രകടനത്തിൽ റാഡിക്കലായി ഒന്നുമില്ല. പ്രത്യയശാസ്ത്രം അവസരത്തിനൊത്ത് എടുത്തണിയാനുള്ളതോ സ്വന്തം വൈരുദ്ധ്യങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവർക്ക് നേരെ പിടിക്കാനുള്ള പരിചയമോ അല്ല എന്നായിരുന്നു നടി അതുല്യ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ടോക്സിക്കിന്റെ ടീസർ വിവാദമായതിനു പിന്നാലെ കസബ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു പാർവതി ആ ഒരു
തുറന്നു പറച്ചിൽ നടത്തിയതിന് പിന്നാലെ, അതായത് ഗീതു ചേച്ചിയുടെ പ്രേരണയാൽ ആ സിനിമയും ആ സിനിമയുടെ പേരും തുറന്നു പറഞ്ഞതിന് പിന്നാലെ കസബ സിനിമയും അതിൻ്റെ സംവിധായകനും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അന്ന് നേരിട്ടത്. പ്രത്യേകിച്ച് ആ സീനൊക്കെ നമുക്കറിയാവുന്ന, കസബയിലെ ഏത് സീനാണ് വിമർശിക്കപ്പെട്ടത്, എവിടെയാണ് സ്ത്രീ വിരുദ്ധത ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വർഷങ്ങൾക്കിപ്പുറം അന്ന് തന്നെ വിമർശിച്ചവർ അതേ കാര്യം ചെയ്തു വയ്ക്കുമ്പോൾ ആ സിനിമയുടെ സംവിധായകൻ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിതിൻ രഞ്ജി പണിക്കറും പ്രതികരണവുമായി രംഗത്ത് വന്നു. പ്രതികരണം ഇപ്രകാരമായിരുന്നു ടീസർ ഇറങ്ങിയപ്പോൾ: നിങ്ങൾ കെട്ടിയാടുന്ന ആ കപട വ്യക്തിത്വം നിങ്ങളുടെ തന്നെ ആദർശങ്ങളെ വിസ്മരിക്കുമ്പോൾ കാപട്യം അവിടെ പൂത്തുലയുന്നു, പിന്നാലെ ജീർണതയും. അങ്ങനെ ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എങ്കിലും ഇതിൻ്റെ എല്ലാം അനന്തരഫലമായി ഉണ്ടായ ആ തകർച്ചയിൽ അലങ്കോലപ്പെട്ടതും എന്നാൽ അർഹിച്ചതുമായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് സമ്മതിക്കാൻ കഴിയും, അതിനും അതിൻ്റെതായ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. സക്കറിയയുടെ ഈ വരികളാണ് നിതിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഗീതു ചേച്ചി, ഗീതു മോഹൻദാസിനെ ലക്ഷ്യം വെച്ചാണ്, അതായത് ഇത് എന്നെ ലക്ഷ്യം വെച്ചാണ്, എന്നെ തന്നെ ലക്ഷ്യമിട്ടാണ്, എന്നെ മാത്രം ലക്ഷ്യമിട്ടതാണ് എന്നാണ് ആരാധകരുടെ ഇടയിലുള്ള ഒരു കരക്കമ്പി കേട്ടോ. തൻ്റെ കസബ എന്ന സിനിമയെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നും നിതിൻ നേരത്തെ ഈ ടോക്സിക്കിൻ്റെ പ്രൊമോ വീഡിയോ വെളിയിൽ വന്നപ്പോൾ പ്രതികരിച്ചിരുന്നു. അതായത് പ്രൊമോ വന്നപ്പോൾ തന്നെ ടോക്സിക് വലിയ രീതിയിൽ വിമർശനമായതാണ്. ഈ ഒരു സിനിമകളിൽ സ്ത്രീ വിരുദ്ധത കാണിക്കുന്നു എന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് സംവിധായകയാകുന്ന സിനിമയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നത് അതിലെന്താണ് ലോജിക്കുള്ളത്, അല്ലെങ്കിൽ ഒരു പറഞ്ഞ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ ഇതെന്ന് പ്രൊമോ വീഡിയോ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നതാണ്. അതായത് ടോക്സിക്കിൻ്റെ പ്രൊമോ വന്നപ്പോൾ അന്ന് നിതിൻ രഞ്ജി പണിക്കർ, അതായത് കസബയുടെ സംവിധായകൻ, പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: സ്ത്രീ വിരുദ്ധത തരുമ്പുമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന, ആൺ നോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺ മുഷ്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി, പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ടോക്സിക് പ്രൊമോയിൽ നായകനായ യാഷ് സ്ത്രീകളെ എടുത്തുയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യം ഒഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട്. എന്തായാലും പ്രൊമോയ്ക്കും വിമർശനം, അതുപോലെ തന്നെ ടീസറിനും വിമർശനം. ഇനി സിനിമ വരുമ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് കണ്ട് തന്നെ അറിയാമെന്നാണ് ആരാധകർ പറയുന്നത്. തീർന്നില്ല, വിമർശനം അവിടെ ഒന്നും തീർന്നില്ല. വിമർശനം എന്നതിലുപരി അതൊരു പരാതിയായി കൂടി വന്നിരിക്കുകയാണ്. ഈ ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രൗണ്ട് അപ്സ് എന്ന ചിത്രത്തിൻ്റെ ടീസറിലെ ദൃശ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോട് ആവശ്യപ്പെട്ട് കർണാടക സംസ്ഥാന വനിതാ കമ്മീഷനും രംഗത്ത് വരികയുണ്ടായി. ടീസറിൽ അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് കന്നഡ സാംസ്കാരിക മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതും സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക ക്ഷേമത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും കാട്ടിയുമായിരുന്നു ആം ആദ്മി സംസ്ഥാന സെക്രട്ടറി ഉഷ മോഹന്റെ പരാതി. ഭാവിയിൽ ഇത്തരം ഉള്ളടക്കങ്ങളുടെ പൊതുപ്രചാരണം തടയാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. മാത്രമല്ല ഈ ടീസർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്ന് മാറ്റിത്തരണേ എന്നും കൂടി ആ പരാതിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലപാടുകൾ താറുമാറായി, നിലപാടുകൾ സൗകര്യാർത്ഥം തിരുത്തപ്പെട്ടു. അങ്ങനെ ഗീതു മോഹൻദാസ് ഈ 2024 ആദ്യ മാസം തന്നെ എയറിലുമായി. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ ട്രോളുകൾക്കും അതുപോലെ തന്നെ എയറിലുമായ ഒരുപാട് പേരുടെ ലിസ്റ്റുകൾ അതിൽ 2ാമത്തെ ആളായിട്ട് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് ഗീതു മോഹൻദാസിനെയാണ്. ഇനി 3ാമത്തെ ആൾ ആരാണെന്നല്ലേ അതറിയാൻ നാളെ വരെ കാത്തിരുന്നോളൂ. ടാറ്റ.